എല്ലാ കൂട്ടുകാർക്കും കടുങ്കാപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് ഒരു തൈര് കറി ഉണ്ടാക്കാം. ആദ്യമായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായി വൃത്തിയാക്കി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനൊരു 15 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വഴട്ടിയെടുക്കണം. നന്നായി വഴണ്ട് വന്നതിന് ശേഷം അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് തന്നെ കറുവപ്പട്ടയുടെ ഒരു ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്. നമുക്ക് നല്ല ജീരകമാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. ഒരു വലിയ സവാള ഞാൻ ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തപ്പോൾ സ്കിപ്പായിപ്പോയി. ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. മസാലയെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനൊരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനിയും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതുവരെയും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയും നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും മല്ലിയിലയും കൂടെ ചേർത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്ത് നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചപ്പാത്തിക്ക് ഏറ്റവും നല്ല ഒരു കറി തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.